അച്ഛാ, ഉം. അച്ഛാ, എഴുന്നേക്കച്ഛാ. ഉം. പറയ് മോളെ, എന്താ കാര്യം? അച്ഛാ, ഇന്ന് അച്ഛന്റെ ഫ്രണ്ടിനെ കാണാൻ പോണെന്ന് പറഞ്ഞിരുന്നല്ലേ, എന്നിട്ട് കാണാൻ പോകുന്നില്ല? ആ, ഓർമ്മപ്പെടുത്തിയല്ലോ, നന്നായി മോളെ. സമയാവുന്നു, ഈ ചായ കുടിച്ചിട്ട് അവരെ കണ്ടിട്ട് വന്നേക്ക്. ഉം. പിന്നെ അച്ഛാ, ഉം. ഇന്ന് രാത്രിത്തേക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? എന്തായാലും വിരോധമില്ല മോളെ, എന്തെങ്കിലും ചെയ്തോ? ഉം. ഞാൻ വൈകുന്നേരം 5 മണിയോട് കൂടി എന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വേഗം തിരിച്ചെത്താം മോളെ. ശരി അച്ഛാ, ആദ്യം ആ ചായ കുടിക്ക്. ആ. എന്താ മോളെ, ഉം. ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ അതെ അച്ഛാ, അതിരിക്കട്ടെ. ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാ അച്ഛൻ എപ്പോഴാ തിരിച്ചു വരിക? എന്റെ ഫ്രണ്ടിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ ഉള്ളത്. ഉം. ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നോളാം. ആ ശരി അച്ഛാ, പെട്ടെന്ന് വന്നേക്കണേ. എന്തായി മോളെ, നിനക്ക് എന്റെ സഹായം വല്ലതും വേണോ? അതൊന്നും സാരമില്ല അച്ഛാ, അച്ഛന് വേണ്ടിയിട്ടാ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്ന് നേരത്തെ വന്നേക്കണേ. എന്നാ ശരി മോളെ, ഞാൻ വേഗം പോയിട്ട് വരാം. ശരി, പോയിട്ട് വരൂ. ഉം. 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 വൈശാലി, വൈശാലി, എവിടെയാടി? എന്താ ഏട്ടാ ഇത്, ഇന്നും വെള്ളം ഒടിച്ചിട്ട് വന്നോ? ശരി, അകത്തേക്ക് വന്നേ. സൂക്ഷിച്ച്. ഏട്ടാ, എന്താ ഏട്ടാ ഇത്? ദിവസം ഇങ്ങനെ വെള്ളം ഒടിച്ചിട്ട് വന്നാൽ എങ്ങനെയാ? ഇത് നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലേ? അയൽവക്കത്തുള്ള എല്ലാവരും നിങ്ങളെ കുറിച്ച് ഓരോന്നും പറയാൻ തുടങ്ങി. ദയവ് ഇത് ഈ വെള്ളോടി ഒന്ന് നിർത്ത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്റെ കാശുകൊണ്ടല്ലേ കുടിക്കുന്നത്. നോക്ക്, ഞാൻ കുടിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങി പോകണം. അയ്യോ, എല്ലാം എന്റെ തലയിലെഴുത്ത്. ഇറങ്ങി പോടി. അച്ഛൻ തന്നെ കണ്ടതല്ലേ, ഇങ്ങനെ മാറുന്ന എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരൂ മോളെ. ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. അവന് ഈ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് അറിയാതെ നിന്നെ അവന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ എന്തു ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയുന്നില്ല മോളെ. എന്നെങ്കിലും ഒരു ദിവസം അവന്റെ ഈ ശീലം വിടുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ നേരെയാകുന്ന ലക്ഷണമില്ല. എന്നോട് ക്ഷമിക്കും മോളെ. അയ്യോ, എന്താ അച്ഛാ ഇത്? അദ്ദേഹം ദിവസം വെള്ളം ഒടിച്ചിട്ട് വന്നതിന് പാവം അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ എന്റെ തലയിലെഴുതെന്നല്ലാണ്ട് ഞാൻ വേറെ എന്താ പറയണ്ടേ? അച്ഛൻ പോയിട്ട് വാ. മോളെ വൈശാലി,
ആ എത്തിയോ അച്ഛാ? ആ എത്തി മോളെ. ആ എന്താ മോളെ, ഇപ്പോഴാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നേ? അതെ അച്ഛാ, ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിരിക്കട്ടെ, അച്ഛന്റെ ഫ്രണ്ടിനെ കണ്ടായിരുന്നോ? ആ കണ്ടു, ഇപ്പൊ തന്നെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അതെയോ? ശരി, അച്ഛനെന്നാ കഴിക്കുന്നോ? ശരി മോളെ, എടുത്തു വെക്ക്. ആ ശരി അച്ഛാ. അച്ഛൻ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നോ? ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വന്നേക്കാം. ശരി, എടുത്തിട്ട് വാ മോളെ. ഉം. ഉം. എന്റെ ഭർത്താവ് എന്ത് ചെയ്യാ മോളെ? ഞാൻ റൂമിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല അച്ഛാ. അതേ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ശരി, ഏതായാലും നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. ഉം. ഏട്ടാ, ഏട്ടാ എഴുന്നേക്ക്. അദ്ദേഹത്തിന് ഇനിയും ബോധം വന്നിട്ടില്ല. ശരി, നീ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വന്ന് കഴിക്ക്. ഇല്ല വേണ്ട അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. ശരി, വേഗം കഴിക്ക്. ഉം. മോളെ വൈശാലി, വൈശാലി, ആ അച്ഛാ, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം പറ. ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. അതാ ഞാൻ ഇപ്പൊ വരാ അച്ഛാ. എന്തിനാ അച്ഛാ വിളിച്ചത്? നീ ഭക്ഷണം കഴിച്ചോ മോളെ? ഇല്ല, ഇതുവരെ കഴിച്ചില്ല അച്ഛാ. എന്താ അച്ഛാ, എന്താ ഉറങ്ങാത്തെ? ഒന്നുമില്ല മോളെ, കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ പോവാം. ഉം. ഇങ്ങോട്ട് ഇരുന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവനിങ്ങനെ ദിവസവും മൂക്കുമുട്ട കുടിച്ചിട്ട് വന്നാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക മോളെ? എന്ത് ചെയ്യാനാ? ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കും തോന്നില്ല. ഇനി അങ്ങനെ മാറ്റുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് വിട്ടു കളഞ്ഞേക്കച്ചാ. അദ്ദേഹം അച്ഛൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയി എന്റെ ജോലി നോക്കട്ടെ. ആ അച്ഛാ, ഉം. ഈ പാല് കുടിച്ചിട്ട് ഉറങ്ങിക്കോ. ശരി മോളെ, അതവിടെ വെച്ചേക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. ഉം. വൈശാലി, ഉം? കുറച്ചു നേരം ഒന്ന് ഇവിടെ ഇരുന്നേ. എന്താ കാര്യം അച്ഛാ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇരിക്കേ. ഉം. എന്താ മോളെ, ആ, എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഇതുപോലൊരു കുടിയനെ നിനക്ക് കല്യാണം കഴിച്ചു തന്നത് ഓർക്കുമ്പോ എന്റെ മനസ്സിന് വല്ലാതെ വേദന തോന്നുന്നു മോളെ. ഇനി അങ്ങനെ വിടാൻ പറ്റില്ല. ഇതിനൊരു അവസാനം കണ്ടേ മതിയാവൂ. ഉം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ ഭർത്താവിനെ എനിക്ക് പരിചയമുള്ള ഡ്രഗ് അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക മോളെ. എന്ത് അഡിക്ഷൻ സെന്ററോ? ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് ആ പറഞ്ഞ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഈ വൃത്തികെട്ട ശീലത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ കഴിയും. വൈകുന്നേരം ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് അയാളുടെ വീട്ടിൽ പോയില്ലേ? ഉം. ഇവനെപ്പറ്റി ആ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ അവനാണ് ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്. അവന് പരിചയമുള്ള ഒരു ഡ്രഗ് അഡിക്ഷൻ സെന്ററിന്റെ നമ്പർ കൂടി അവൻ എനിക്ക് തന്നു. അതിന് നീ സമ്മതം മൂളുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴേ അവനെ അവിടെ ചേർത്താം. ദാ നോക്കച്ചാ, ഇതിൽ ഞാൻ മാത്രം സമ്മതിച്ചിട്ട് എന്ത് കാര്യം? അച്ഛന്റെ മോനും കൂടി ഇതിനെ സമ്മതിക്കണമല്ലോ. അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി ചേർത്താലും എങ്ങനെയെങ്കിലും തിരിച്ചു വരുമെന്ന് അറിയാലോ. നമ്മൾ ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചാ ഇതിന് സമ്മതിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, ഇത് എങ്ങനെയെങ്കിലും അവനോട് സംസാരിച്ച് അവനെ ആ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുചെന്നിട്ട് അവിടെ ചേർത്ത് വിട്ടേക്കാം. അങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റൂ. അല്ലെങ്കിൽ നിന്റെ ജീവിതവും നരകാവും. ശരി അച്ഛാ, എന്ത് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവാത്തതുപോലെ നോക്കി ചെയ്യണേ. ശരി മോളെ, നീ പോയി ഉറങ്ങ്. ആ ശരി അച്ഛാ. ആ